ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. വെണ്ണക്കണ്ണൻ. ഇവിടെയും മനോഹരമായ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? കണ്ണനും കണ്ണൻ്റെ അമ്മയും. ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? ചെറുശ്ശേരിയാണ്. നമുക്ക് ചെറുശ്ശേരിയുടെ ജീവചരിത്രം നോക്കിയാലോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475 1575 ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. കൊല്ലവർഷം 650 750 മധ്യേ. ചെറുശ്ശേരി ആരാണ്? പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിയാണ്. പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കവികൾ. പ്രാചീന കവിത്രയത്തിൽ പെടുന്ന കവികളാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്തു ജനിച്ചു എന്നാണ് വിശ്വാസം. കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു. രാജാവിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ടെന്നും ഈ കൃതിക്ക് പേരുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗം കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരിയാണ്. അദ്ദേഹം ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു. ഉദയവർമ്മ രാജാവ് പണ്ട് കോലത്ത് നാട്ടിലെ പഴയ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലേ? വിദൂഷകരുണ്ട്, നൃത്തം ചെയ്യുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. അങ്ങനെയുള്ള പല കഴിവുകളുള്ള വ്യക്തികളും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരിലുള്ള ഒരാളായിരുന്നു ചെറുശ്ശേരി. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് ഈ കൃഷ്ണഗാഥ. ഈ കൃഷ്ണഗാഥ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഈ കവിത എഴുതിയിരിക്കുന്ന ചെറുശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് കവിതയിലേക്ക് പോകാം. സ്നാനവും ചെയ്തു നീയാകമീപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങോ നീ പോകുന്നതെന്നമ്മേ ചൊൽ. 4 വരിയായിട്ട് പഠിച്ചു പോകാം. നോക്കൂ, ഇവിടെ കണ്ണനും കണ്ണൻ്റെ അമ്മ യശോദയും നിൽപ്പുണ്ട് ചിത്രത്തിൽ അല്ലേ? ആദ്യത്തെ വരി എന്താണ്? സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇവിടെ കണ്ണനാണ് അമ്മയോട് പറയുന്ന വരികളാണിത്. സ്നാനം എന്ന് പറഞ്ഞാൽ കുളി, ആഗമിക്കുക വരിക, പാലിക്കുക സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വരിയിൽ എന്താ പറയുന്നത്? സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഈ വെണ്ണ ഞാൻ സൂക്ഷിച്ച് വെച്ചതല്ലേ, ഞാൻ സൂക്ഷിച്ചില്ലേ എന്നാണ് കണ്ണൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. ഇങ്ങനെയുള്ള എനിക്ക് ഒന്നും തരാതെ, ഏതുമേ താരാതെ എന്ന് പറഞ്ഞാൽ ഒന്നും തരാതെ, എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. എവിടെയാണ് അമ്മേ പോകുന്നത് എന്ന് ചോദിക്കുകയാണല്ലേ. കണ്ണന് വെണ്ണ വളരെ ഇഷ്ടമാണല്ലേ? കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കണ്ണന് വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരമാണ് അമ്മയുമായിട്ടുള്ളത് അല്ലേ? അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഞാൻ ഈ വെണ്ണ എല്ലാം സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെയുള്ള എനിക്ക് ഒന്നും തരാതെ എങ്ങോട്ട് പോവാണ് അമ്മേ എന്നാണ് കണ്ണൻ ചോദിക്കുന്നത് അല്ലേ? കാക്കയോ പൂച്ചയോ ഒന്നും എടുക്കാതെ ഞാൻ ഈ വെണ്ണ നന്നായിട്ട് സൂക്ഷിച്ചതല്ലേ അമ്മേ, എനിക്ക് അമ്മ ഒന്നും തരാതെ എവിടെ പോവുകയാണ് എന്നാണ് കണ്ണൻ ചോദിക്കുന്നത്. അടുത്ത വരി നോക്കാം. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളുർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നിടിനാൾ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. ഇതാ നോക്കൂ, വരിയിൽ എന്താ പറയുന്നത്? ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ
കോമളച്ചുണ്ടു പിളിർക്കും നേരം. ഓമന പൈതലല്ലേ, ഈ ഓമനയായ കുഞ്ഞ്, പൈതൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പറഞ്ഞത്? കോമളച്ചുണ്ടു പിളിർക്കും നേരം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ചുണ്ടൊക്കെ പിണങ്ങി അല്ലേ, ചുണ്ടൊക്കെ പിളിർക്ക്. നിങ്ങളിങ്ങനെ പിണങ്ങുമ്പോൾ നിങ്ങൾ ചുണ്ടൊക്കെ ഒരുമാതിരിയാക്കാറില്ലേ? അതുപോലെ തന്നെ കണ്ണൻ ഇവിടെ ഇങ്ങനെ വളരെ വിഷമിച്ച് അല്ലെങ്കിൽ പരിഭവിച്ച് അമ്മയോട് പറയുകയാണ് അല്ലേ. അപ്പോൾ അമ്മ എന്താ ചെയ്തത്? ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നിടിനാൾ വെണ്ണ താൻ കൊണ്ടുപോകുന്ന അമ്മയപ്പോൾ. അപ്പോൾ ഉടനെ തന്നെ അമ്മ എന്തു ചെയ്തു? അമ്മ ഉണ്ണിക്കൈ കണ്ണൻ്റെ കയ്യിലേക്ക് വെണ്ണ കൊണ്ടുവെക്കാൻ വേണ്ടി പോയി അല്ലേ. എന്നാൽ ശരി, കുഞ്ഞിങ്ങനെ പിണങ്ങി പറയുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമമായി കാണുമല്ലേ. അമ്മ ഉടനെ ചെന്ന് തന്നെ വെണ്ണ എടുത്തു കൊണ്ടുവരാൻ പോയി. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. ഇവിടെ നോക്കൂ, വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ആ വെണ്ണയെ കണ്ടപ്പോൾ കണ്ണന് വളരെ സന്തോഷമായി. വെണ്ണിലാവ് പോലെ ചിരിച്ചു എന്നാണ് പറഞ്ഞത്. വെണ്ണിലാവ് എന്ന് പറഞ്ഞാൽ നിലാവ്, കണ്ടിട്ടില്ലേ? നല്ല നിലാവ്, എത്ര ഭംഗിയാണ് കാണല്ലേ. അത്രമാത്രം പ്രകാശം പരത്തിക്കൊണ്ടാണ് കണ്ണൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇവിടെ എന്താ പറഞ്ഞേ? ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. അമ്മേ, എൻ്റെ ഒരു കൈയിൽ നീ വെണ്ണ വെക്കുമ്പോൾ മറ്റേ കൈ കണ്ടിട്ട് വിഷമം വരുമെന്നാണ് പറഞ്ഞത് അല്ലേ. കേഴുക, കരയുക എന്ന് പറഞ്ഞു. കണ്ടിട്ട് കേഴുമല്ലോ. ഒറ്റക്കൈ തന്നിൽ വെണ്ണ വെക്കുമ്പോൾ മറ്റേ കൈ കണ്ടിട്ട് കരയുമെന്നാണ് കണ്ണൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ, മൂത്തവൻ്റെ കയ്യിൽ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ, ദുഃഖിച്ചു ഞാൻ കരയുന്നത് പോലെയാണ് അമ്മേ എനിക്ക് തോന്നുന്നതെന്ന് കണ്ണൻ പറയുകയാണ്. കണ്ണന് ഒരു ചേട്ടനുണ്ട് കേട്ടോ, കണ്ണന് ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെണ്ണ വയ്ക്കുമ്പോൾ കണ്ണൻ നിന്ന് കരയുന്നത് പോലെയാണ് കണ്ണൻ്റെ ഒരു കയ്യിൽ വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ അത് കണ്ടിട്ട് കരയുമെന്നാണ് അമ്മയോട് പറയുന്നത്. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ. അമ്മയ്ക്കിത് കേട്ടപ്പോൾ എന്തു പറ്റി? അമ്മയ്ക്ക് വിഷമം വന്നു കാണുമല്ലേ. അമ്മയ്ക്ക് വീണ്ടും അമ്മ എന്ത് ചെയ്തു? വെണ്ണയ്ക്ക് പിന്നെയും തിരിഞ്ഞു നടന്നു. ഓക്കെ, അമ്മ ഒരു കയ്യിലല്ലേ വെണ്ണ കൊടുത്തുള്ളൂ, മറ്റേ കൈ കൂടെ വെണ്ണ എടുക്കാൻ വേണ്ടി അമ്മ വീണ്ടും തിരിഞ്ഞു നടന്നു. അപ്പോൾ എന്തു പറ്റി? കണ്ണൻ്റെ കയ്യിലെ വെണ്ണ കണ്ണൻ എന്തു ചെയ്തു? പെട്ടെന്ന് വായിലിട്ടിട്ട് അയ്യോ എന്നിങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് നോക്കാം. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയെ കൊണ്ടുഞ്ഞു വന്നു പിന്നെ. കണ്ണൻ പറഞ്ഞു, കയ്യിലെ വെണ്ണയെ കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞു അല്ലേ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. കള്ളനായിട്ടുള്ള കാക്ക വന്നിട്ട് എൻ്റെ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്ന് അമ്മയോട് പറഞ്ഞു. അത് കേട്ടപ്പം അമ്മയ്ക്ക് ചിരി വന്നല്ലേ. അപ്പോൾ വീണ്ടും അമ്മ എന്ത് ചെയ്തു? വെണ്ണയും കൊണ്ടുവന്നു. കാകൻ എന്ന് പറഞ്ഞാൽ കാക്ക. വൈകാത വണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൽ
ഒട്ടും തന്നെ താമസിക്കാതെ ആ കൈതവ പൈതൽ കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം അല്ലേ, കള്ളം പറഞ്ഞാൽ ആ കള്ളക്കണ്ണൻ എന്നാണ് പറയുന്നല്ലേ. കള്ളക്കണ്ണൻ്റെ കയ്യിൽ രണ്ടിലും വെണ്ണ വെച്ചു, രണ്ടിലും അമ്മ വെണ്ണ വെച്ചു കൊടുത്തു. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തുമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വീളങ്ങിയതപ്പോൾ. നോക്കൂ, ഇവിടെ കയ്യിൽ രണ്ടിലും അമ്മ വെണ്ണ വെച്ചു കൊടുത്തപ്പോൾ കണ്ണൻ്റെ മുഖം വെണ്ണില പോലുന്ന തിങ്കൾ പോലെയായെന്ന് പറയുന്നു. ആനനം മുഖം, കണ്ണന്താൻ ആനനം എന്ന് കണ്ടിട്ടില്ലേ, കണ്ണൻ്റെ മുഖം, ആനനം മുഖം. വെണ്ണില പോലുന്ന തിങ്കൾ എന്ന് പറഞ്ഞാൽ തിങ്കൾ ചന്ദ്രൻ. വെണ്ണില പോലുന്ന തിങ്കൾ എന്ന് പറഞ്ഞാൽ വെണ്ണില പോലുന്ന തിങ്കൾ എന്ന് പറഞ്ഞാൽ നല്ല നിലാവൊക്കെയുള്ള നല്ല ചന്ദ്രൻ അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കണ്ണൻ്റെ മുഖമെന്നാണ് പറഞ്ഞത്. തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി, അഞ്ചിതം മനോഹരമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ ആശയം എന്താണ്? അമ്മയും കണ്ണനും തമ്മിലുള്ള സംസാരമാണല്ലേ. എങ്ങനെയൊക്കെയാണ് കണ്ണൻ വെണ്ണ കിട്ടാൻ വേണ്ടി അമ്മയോട് പറയുന്നതും അമ്മ എങ്ങനെയാണ് വെണ്ണ കണ്ണന് കൊടുക്കുന്നതും എന്നുള്ള ഭംഗിയായിട്ട് ഈ കവിതയിൽ ചെറുശ്ശേരി അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി പ്രവർത്തനങ്ങൾ നോക്കിയാലോ? പറയാം, എഴുതാം. വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത്? ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ടല്ലേ, സ്നാനവും ചെയ്ത് നീ ആഗമിപ്പോളവും പാലിച്ചേനല്ലയോ പാൽവെണ്ണ ഞാൻ. അപ്പോൾ ആദ്യത്തെ ന്യായം എന്താണ് കണ്ണൻ പറയുന്നത്? അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഞാൻ ഈ വെണ്ണ കാത്തു സൂക്ഷിച്ചില്ലേ, അങ്ങനെയുള്ള എനിക്ക് ഒന്നും തരാതെ എങ്ങോട്ടാണ് അമ്മേ പോകുന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ടല്ലേ. അതിനുശേഷം എന്തു പറ്റി? അത് കേട്ടപ്പോൾ അമ്മ എന്തു ചെയ്തു? കണ്ണന് വെണ്ണ എടുക്കാനായിട്ട് പോയി അല്ലേ. അടുത്തതായിട്ട് എന്താണ്? അമ്മ കണ്ണൻ്റെ കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്തു. വെണ്ണ വെച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു കണ്ണൻ അത് പെട്ടെന്ന് വായിലിട്ടിട്ട് കള്ളനായ കാക്ക വന്ന് വെണ്ണ കട്ട് തിന്നെന്ന് കള്ളം പറയുന്നുണ്ട്. പിന്നെയും എന്തു ചെയ്തു? വീണ്ടും വെണ്ണ അമ്മ നൽകുമ്പോൾ, ജ്യേഷ്ഠന് അമ്മ വെണ്ണ കൊടുക്കുമ്പോൾ ഞാൻ നിന്ന് കരയില്ലേ, അതുപോലെയാണ് ഒരു കൈയിൽ അമ്മ വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈയും കരയില്ലേ അമ്മേ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെയാണ് വെണ്ണ കിട്ടാനായി കണ്ണൻ പറയുന്ന ന്യായങ്ങൾ. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? അടുത്തതായി നോക്കാം. വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത്? ഏതു വരിയിൽ നമുക്ക് കാണാം? കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊന്നാൻ കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. ഈ വരിയിലുണ്ട് ഇതിനുള്ള ഉത്തരം. വെണ്ണയെ പയ്യെ വായിലിട്ടിട്ട് കള്ളനായ കാക്ക വന്ന് വെണ്ണ കട്ടുകൊണ്ടുപോയെന്ന് കള്ളം പറയുന്നു അമ്മയോട് അല്ലേ. ഇതാണ് ഇതിനുള്ള ഉത്തരം. അടുത്തത്, വെണ്ണില പോലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങാൻ കാരണമെന്ത്? ഏതു വരിയിലാണ് നമുക്ക് ആ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നത്? വെണ്ണയെ കണ്ടൊരു കണ്ണന്താനാനനം വെണ്ണില പോലുന്ന തിങ്കൾ പോലെ. വെണ്ണില പോലുന്ന തിങ്കൾ പോലെ നമുക്ക് കാണാം. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനാനനം വെണ്ണില പോലുന്ന തിങ്കൾ പോലെ. ഇതിന് മുമ്പിലുള്ള വരിയിൽ ഇതിനുള്ള ഉത്തരമുണ്ട്. വൈകാതെ വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൾ. അപ്പോഴാണ് കണ്ണൻ്റെ മുഖം വെണ്ണില പോലുന്ന തിങ്കൾ പോലെ, വെണ്ണിലാവുള്ള ചന്ദ്രനെ പോലെ തിളങ്ങിയത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിനുള്ള ഉത്തരം? എങ്ങനെയാണ് എഴുതേണ്ടത്? രണ്ട് കൈയിലും അമ്മ വെണ്ണ നൽകിയത് കണ്ടപ്പോഴാണ് വെണ്ണില പോലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങിയത്. ഇപ്പോൾ മനസ്സിലായോ? വരികൾ കണ്ടെത്താം. കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി. ഏത് വരിയിലാണ് കാണാൻ പറ്റുക? കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. കൂട്ടുകാർ കണ്ടെത്തിയോ? കണ്ടെത്തി കാണും അല്ലേ. അടുത്തത് നോക്കാം.
കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു. ഏതു വരിയിലാണ്? അടുത്ത വരിയിൽ കാണാമല്ലേ. വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ വൈകാതെ വണ്ണമ്മ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ. ഈ 2 വരിയിൽ നമുക്ക് കാണാൻ പറ്റും. വൈകാതെ വണ്ണമ്മ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ. 2 കൈയിലും അമ്മ വെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ വരിയിലാണ് കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നത് കാണാൻ പറ്റുന്നത്. അടുത്തതായി അർത്ഥം കണ്ടെത്താം. സ്നാനം, കുളി. ആർത്തൻ, ദുഃഖിതൻ. ആഗമിക്കുക, വരുക. കാകൻ, കാക്ക. പൈതൽ, കുഞ്ഞ്. തിങ്കൾ, ചന്ദ്രൻ. അഞ്ചിതം, മനോഹരം. തൂമ, ഭംഗി. അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക. കള്ളനായുള്ള കാകൻ. എന്തു പറയും നമ്മൾ? കാകൻ, കാക്ക. അപ്പോൾ കള്ളനായുള്ള കാക്ക. അടുത്തത് വെണ്ണിലാവോലുന്ന തിങ്കൾ. വെണ്ണിലാവോലുന്ന ചന്ദ്രൻ. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. കേഴുക, കരയുക. അപ്പോൾ എന്തെഴുതും നമ്മൾ? ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ എന്നുള്ളിടത്ത് കരയും പോലെ എന്ന് എഴുതണം. ആർത്തനായി നിന്നു ഞാൻ കരയും പോലെ. അടുത്തത് മാതൃക പോലെ മാറ്റി എഴുതാം. ആഗമിപ്പോളവും. ആഗമിക്കുന്നത് വരെ. ഏതുമേ താരാതെ. ഒന്നും തരാതെ. കേഴും പോലെ, കരയും പോലെ. അടുത്തതായിട്ട് മനോഹരമായൊരു കവിത നൽകിയിട്ടുണ്ടല്ലേ. അത് എഴുതിയിരിക്കുന്ന ആരാണ്? ഇടശ്ശേരി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടെന്ന് പറയുന്നൊരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ഈ പാട്ട് പാടി നോക്കണം. ഇതും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥ പറയുന്ന ഒരു പദ്യമാണ്. എല്ലാവരും വായിക്കുമല്ലോ. അടുത്തത് സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം. മുഖം, ആനനം, വദനം, ഹാസ്യം. അടുത്തത് നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. പുഞ്ചിരി, സ്മേരം, മന്ദസ്മിതം. കൈ, കരം, ഹസ്തം, പാണി. അമ്മ, മാതാവ്, ജനനി, തായ. പാൽ, ക്ഷീരം, പയസ്. കാക്ക, കാകൻ, ബലിഭുക്ക്. കള്ളൻ, തസ്കരൻ, മോഷ്ടാവ്. വെണ്ണ, നവനീതം, ശിശുപ്രിയം. അടുത്ത പ്രവർത്തനം നോക്കാം. ആവർത്തനത്തിൻ്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം. വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കാം. പദ്യത്തിലേക്ക് നോക്കാം. ദാ ഇവിടെയുണ്ട്. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഈ വരിയിൽ ഏതക്ഷരമാണ് ആവർത്തിക്കുന്നത്? ഇത്ത എന്നുള്ള അക്ഷരം ആവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് നോക്കാം. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. ഏതു വാക്കാണ്? ഏതക്ഷരമാണ് ആവർത്തിച്ചു വരുന്നത്? ക എന്നുള്ള അക്ഷരം ആവർത്തിച്ചു വരുന്നത് കാണാം. കള്ളൻ, കാകൻ, കയ്യിലെ, ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് നമുക്ക് പദ്യഭാഗത്ത് കാണാം. കൂട്ടുകാർ ഇനിയും ഇത്തരം ആവർത്തനത്തിന് ഭംഗി കണ്ടെത്തണം. അടുത്തത് ഒരേ ഇണം ഒരേ താളം. ആവു വീശപ്പില്ലേ കാച്ചിയ പാലിത തൂവള്ളി കിണ്ണത്തിൽ തേൻ കുഴമ്പും നല്ല പഴങ്ങളോ മാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ.
വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിത ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ? ഒരേ താളത്തിലും ഒരേ ഇണത്തിലും നമുക്കും ഇത് പാടി രസിക്കാം. ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ. ഈണം സമാനമല്ലേ? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അല്ലേ, താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് ഈ കവിത നമുക്ക് പാടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ വരിയും നമുക്ക് അതേ ഇണത്തിൽ തന്നെ പാടാൻ പറ്റുന്നതാണ്. പൂതപ്പാട്ടെന്നുള്ള പാട്ട് നമുക്കൊന്ന് പാടിയാലോ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലോ റുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണു പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഈ പാട്ട്? ഇവിടെയും ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും നല്ല കഥ പറയുന്ന അല്ലേ, നല്ല ബന്ധങ്ങളാണല്ലേ, സ്നേഹം തുളുമ്പുന്ന വരികളാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂട്ടുകാരെ, ഈ പാട്ടുകളെല്ലാം തന്നെ നിങ്ങൾ പാടി നോക്കണം. കവിതയിലെ ആശയങ്ങൾ, കവിതയിലെ വരികൾ എന്നിവയെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.